ഹലോ കൂടാരെ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ക്ലാസ് 10 കെമിസ്ട്രി പുതിയ സിലബസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ കാർബൺ ആറ്റങ്ങൾക്കൊപ്പം ഹൈഡ്രജൻ കൂടാതെ മറ്റാറ്റങ്ങളും അല്ലെങ്കിൽ ആറ്റങ്ങളുടെ ഗ്രൂപ്പുകളും ചേർന്നുണ്ടാവുന്നതാണ് ഈ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. താഴെ കണ്ടോ, മീഥെയ്ൻ CH4 എന്ന് പറയുന്നത് എന്താണ്? മീഥെയ്നാണ്. ആ CH4 ഒരു ഹൈഡ്രജനെ മാറ്റി OH വന്നപ്പോഴത്തേക്ക് അതൊരു മെഥനോളായി അല്ലേ? എന്തായി? മെഥനോളായി. ഈ OHനെ എന്തെന്ന് വിളിക്കുക? ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഹൈഡ്രജൻ മാറ്റുന്ന ഒരു ക്ലോറിൻ വന്നപ്പോഴത്തേക്ക് അതെന്തായി? ക്ലോറോമീഥെയ്നായി അല്ലേ? അപ്പോൾ മീഥെയ്നിലെ ഒരു ഹൈഡ്രജന് പകരം OH ഗ്രൂപ്പ് വരുന്ന സംയുക്തമാണ് മെഥനോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ക്ലോറോമീഥെയ്ൻ എന്ന് പറയുന്നത് മീഥെയ്നിൽ ഒരു ഹൈഡ്രജൻ മാറി ക്ലോറിൻ ആറ്റം വരുന്നതിനെയാണ് നമ്മൾ ക്ലോറോമീഥെയ്ൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മെഥനോളിൻ്റെയും ക്ലോറോമീഥെയ്ൻ്റെയും കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് രാസഭൗതിക സ്വഭാവത്തിൽ തികച്ചും വ്യത്യസ്തമായിരിക്കും, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. മീഥെയ്നെ വെച്ച് നോക്കുമ്പോൾ മെഥനോളിൻ്റെയും അതുപോലെ തന്നെ ക്ലോറോമീഥെയ്ൻ്റെ രാസഭൗതിക സ്വഭാവം, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും, തികച്ചും വ്യത്യസ്തമായിരിക്കും. ഒരു ഓർഗാനിക് സംയുക്തത്തിൽ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബണിനോട് ബന്ധിക്കപ്പെട്ടിട്ടുള്ള ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം, ആറ്റം ഗ്രൂപ്പാണ് ആ സംയുക്തത്തിൻ്റെ, ആ കോമ്പൗണ്ടിൻ്റെ സവിശേഷമായ രാസഭൗതിക ഗുണങ്ങളെ നിർണ്ണയിക്കുന്നത്. ആ കോമ്പൗണ്ടിൻ്റെ ഡിസ്റ്റിൻറ്റീവ് ആയിട്ടുള്ള കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന, നിർണ്ണയിക്കുന്നത് ആരാണ്? ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ ബോണ്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഈ ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഏതാനും ചില ഫങ്ഷണൽ ഗ്രൂപ്പ് പരിചയപ്പെട്ടാലോ? അപ്പോൾ ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസ്. ഇപ്പോൾ ആൽക്കൈൻ്റെ കേസിലായാലും ആൽക്കീൻ്റെ കേസിലായാലും ആൽക്കൈൻ്റെ കേസിലായാലും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതുന്ന അല്ലെങ്കിൽ ചെയിൻ രൂപത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പാണ്. എന്താണ്? ഹൈഡ്രോക്സിയൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. OH വരുന്നതാണ് ഹൈഡ്രോക്സിയൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിനെപ്പറ്റിയാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. മീഥെയ്നിൽ നിന്ന് ഹൈഡ്രജൻ ആറ്റത്തെ നീക്കം ചെയ്ത് OH ഗ്രൂപ്പ് വരുന്നതിൻ്റെ ഫലമായിട്ടാണ് മെഥനോളിൻ്റെ ഘടന ഉണ്ടാകുന്നത്. നമ്മൾ മുകളിൽ കണ്ടിരുന്നു അല്ലേ? മെഥനോൾ ഫോം ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഹൈഡ്രജൻ ആറ്റത്തെ മീഥെയ്നിൽ നിന്ന് റീപ്ലേസ് ചെയ്ത് OH ഗ്രൂപ്പ് എഴുതുമ്പോഴാണ് അത് മെഥനോളായി മാറുന്നത്. അപ്പോൾ ഈ OH ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ആണ്, ഒരു കാർബൺ ചെയിനിൽ OH ഗ്രൂപ്പിൻ്റെ സാന്നിധ്യമാണ് അതിൻ്റെ സ്വഭാവങ്ങൾ, പ്രധാന സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിന് കാരണമാകുന്നത്. അപ്പോൾ ഒരു ആലിഫാറ്റിക് ഹൈഡ്രോ കാർബണുകളിൽ OH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ സംയുക്തങ്ങളെ ആൽക്കഹോൾസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ആൽക്കഹോൾസ്. ആൽക്കഹോൾസ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സംയുക്തം ആൽക്കഹോൾ ആണ് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അതിൽ OH ഫങ്ഷണൽ ഗ്രൂപ്പ് കാണും. എന്താണ്? OH ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവ എന്താണ്? ആൽക്കഹോളുകളാണ്. അപ്പോൾ IUPAC രീതി അനുസരിച്ച് ആൽക്കഹോളുകളെ നാമകരണം, നെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ചുള്ള ആൽക്കൈൻ്റെ പേരിലെ ഈക്ക് പകരം നമ്മൾ ഓള് ചേർക്കും. ഓളെ എന്ന പ്രത്യേകം ചേർത്താണ് നമ്മൾ നെയിം ചെയ്യുന്നത്. ഇപ്പം ആൽക്കീൻ, അവിടെ ഈക്ക് പകരം നമ്മളവിടെ ഓളിനെ ചേർക്കുന്നു, ആൽക്കനോൾ. മനസ്സിലായി? നമ്മുടെ കാർബൺ ചെയിനിൽ ഒരു കാർബണേ ഉള്ളൂ, അപ്പം മീഥെയ്ൻ എന്നാണ് വരുന്നത്. ഇവിടെ ആൽക്കഹോൾ OH ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ഈ മാറ്റി അവിടെ ഓളിനെ ചേർക്കുന്നു, മെഥനോൾ. മനസ്സിലായോ? മെഥനോൾ എന്ന് വരുന്നു. ഇനി ചില ഉദാഹരണം നോക്കാം. CH3OH എന്താണ്? ഒരു കാർബൺ ആറ്റം. അപ്പം എന്ത് വരും? മെഥനോൾ. CH3CH2OH ഇവിടെ രണ്ട് കാർബൺ ആറ്റം ഉണ്ട്. അപ്പം ഈഥെയ്ൻ എന്നാണ് വരുന്നത്. OH ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് ഈഥെയിൻ്റെ മാറുന്നു, അവിടെ എന്ത് വരുന്നു? ഓൾ വരുന്നു, എഥനോൾ. ഒരു കാർബൺ ആറ്റം ആയിരുന്നപ്പോൾ മെഥനോൾ, രണ്ട് കാർബൺ ആറ്റമായപ്പോൾ എഥനോൾ എന്ന് വരുന്നു. മനസ്സിലായോ?
അനലൈസ് ദി ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഗിവൺ ബിലോ. ചുവടെ നൽകിയിരിക്കുന്ന രണ്ട് ഘടനകളെ വിശകലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സംയുക്തങ്ങളിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? OH ഗ്രൂപ്പാണ്, ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പാണ്. OH എന്താണ്? ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പ്. OH എന്താണ്? ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പ്. ഓർത്തോണം, OH ഗ്രൂപ്പിൻ്റെ പേരെന്താ? ഹൈഡ്രോക്സിയൽ. അതൊരു സംയുക്തത്തിൽ വന്നാൽ അതിനെ നമ്മൾ ആൽക്കഹോൾസ് എന്ന് വിളിക്കുന്നത്, ആൽക്കഹോളുകൾ. രണ്ട് സംയുക്തങ്ങളുടെയും തന്മാത്ര സൂത്രം എഴുതാനാണ്. അപ്പോൾ ഫസ്റ്റിൻ്റെ C3H 3 2 5 പ്ലസ് 2 7 7 1 8. C3H8 ആണ് ഒന്നാമത്തേൻ്റെ. ഇനി രണ്ടാമത്തേൻ്റെ, ഇത് ഒന്നാമത്തേൻ്റെ. രണ്ടാമത്തേൻ്റെ മോളിക്കുലർ ഫോമിൽ എന്താണ്? തന്മാത്ര സൂത്രം മോളിക്കുലർ ഫോമിൽ എന്താണ്? അതും C3H8 ആണ്. രണ്ടും C3H8 ആണ്. രണ്ട് സ്ട്രക്ചേഴ്സിൻ്റെയും മോളിക്കുലർ ഫോമിൽ എന്താണ്? C3H8 ആണ്. എന്താണ് അവരുടെ ഘടനയിലുള്ള വ്യത്യാസം? എന്താണ്? നോക്കൂ, രണ്ട് സംയുക്തങ്ങളിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം എന്താണ്? വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവിടെ OH ഇവിടെ ആണ്, ഇവിടെ ശാഖയായിട്ട് ഇവിടെ ആണ് OH ഗ്രൂപ്പ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ രണ്ടിൽ കൂടുതൽ കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ OH ഗ്രൂപ്പിൻ്റെ സ്ഥാനം കൂടി വ്യക്തമാക്കണം. അപ്പോൾ IUPAC നിയമപ്രകാരം ഇത്തരം സംയുക്തങ്ങളെ നാമകരണം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. IUPAC റൂൾ അനുസരിച്ച് കുറച്ച് പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. രണ്ടിൽ കൂടുതൽ കാർബൺ ആറ്റം വരുവാണെങ്കിൽ നമ്മൾ OH ഗ്രൂപ്പിൻ്റെയും കൂടെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം OH ഗ്രൂപ്പുള്ള കാർബൺ ഉൾപ്പെടുന്ന ചെയിനെ പ്രധാന ചെയിനായി പരിഗണിക്കണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? കാർബൺ ചെയിൻ കണ്ടെയ്ൻ OH ഗ്രൂപ്പ്. OH ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കാർബൺ ചെയിനെ നമ്മൾ മെയിൻ ചെയിനായിട്ട്, പ്രധാന ചെയിനായിട്ട് കൺസിഡർ ചെയ്യണം. 2, ഫങ്ഷണൽ ഗ്രൂപ്പ് ബന്ധിച്ചിരിക്കുന്ന കാർബണിനെ ചെറിയ സ്ഥാനസംഖ്യ ലഭിക്കത്തക്ക വിധം കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ നൽകണം. അത് നമ്മൾ ശാഖ നമ്പർ ചെയ്തപ്പോഴും പഠിച്ചു, അതുപോലെ തന്നെ ആൽക്കീൻ, ആൽക്കൈൻ ഒക്കെ നമ്പർ ചെയ്തപ്പോഴും പഠിച്ചു. ഇവിടെയും സെയിം ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പിന് കുറഞ്ഞ സ്ഥാനസംഖ്യ, ലോവസ്റ്റ് പൊസിഷൻ നമ്പർ വരുന്ന രീതിയിൽ തന്നെ വേണം നമ്പർ ചെയ്യാൻ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രധാന ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ചുള്ള ആൽക്കൈൻ്റെ പേരിലെ ഈ മാറ്റി OH ഗ്രൂപ്പിൻ്റെ സ്ഥാനസംഖ്യ നൽകിയ ശേഷം ഓൾ എന്ന പ്രത്യയം ചേർക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കാർബൺ ആറ്റം വരുന്ന പ്രധാന ചെയിൻ കൺസിഡർ ചെയ്തു, മെയിൻ ചെയിൻ കൺസിഡർ ചെയ്യുന്നു. അവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അതിനനുസരിച്ചുള്ള വേർഡ് റൂട്ട് പദമൂലമാണ് നമ്മൾ എഴുതുന്നത്. ആൽക്കൈൻ്റെ നെയിമിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഒരു 4 കാർബൺ ആറ്റം ഉള്ള ഒരു OH ഗ്രൂപ്പ് വരുന്ന ഒരു സംയുക്തമാണെങ്കിൽ നമ്മൾ അതിനെ എന്താ ബ്യൂട്ടേൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ മാറ്റിയിട്ട് അവിടെ ഒരു ഹൈഫൺ ഇട്ടിട്ട് അതിന് പകരം നമ്മുടെ OH ഗ്രൂപ്പ് എത്രാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത്, അതും കുറഞ്ഞ സ്ഥാനസംഖ്യയിൽ വേണം, അത് കൊടുത്ത് ഹൈഫൺ ഇട്ട് അവിടെ എന്ത് വേണം? ആൽക്കഹോൾ ആണെന്ന് അറിയാൻ വേണ്ടി ഓളൊന്നും കൂടെ അവസാനം ചേർക്കണം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൽക്കീൻ്റെ കളയുന്നു, ഹൈഫൺ ഇടുന്നു, നമ്മുടെ OH ഗ്രൂപ്പിൻ്റെ സ്ഥാനസംഖ്യ, പൊസിഷൻ നമ്പർ ഓഫ് OH ഗ്രൂപ്പ്, പിന്നെ ഒരു ഹൈഫൺ ഇടുന്നു, ഓൾ ചേർക്കുന്നു. OH ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ നെയിമിങ് ചെയ്യുന്നത്. ആൽക്കൈൻ എഴുതുന്നു, കളയുന്നു, ഹൈഫൺ ഇടുന്നു, OH ഗ്രൂപ്പിൻ്റെ സ്ഥാനസംഖ്യ എഴുതുന്നു, ഹൈഫൺ ഇടുന്നു, ഓൾ എഴുതുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ നെയിമിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സംയുക്ത 1ൻ്റെ IUPAC നാമം എഴുതുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ചെയിനിലുള്ള ആകെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3 കാർബൺ ആറ്റമേ കാണുന്നുള്ളൂ. അപ്പോൾ 3 ആണ് ഈ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുടെ ആകെ എണ്ണം. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദി ചെയിൻ 3. ദി നെയിം ഓഫ് ദി ആൽക്കൈൻ വിത്ത് 3 കാർബൺ ആറ്റംസ്. ആ ഏത് ആൽക്കൈൻ ആണ് 3 കാർബൺ ആറ്റം ഉള്ളത്? എന്താണ് അതിൻ്റെ നെയിം വരുന്നത്? പ്രൊപ്പെയ്ൻ. എന്താണ് വരുന്നത്? പ്രൊപ്പെയ്ൻ. The name of alkene with 3 carbon atom is propane. 3 carbon atom ഉള്ള ആൽക്കൈൻ്റെ പേരെന്താണ്? പ്രൊപ്പെയ്ൻ. ഇനി OH ഗ്രൂപ്പ് ഉൾപ്പെടുന്ന കാർബണിൻ്റെ ശരിയായ സ്ഥാനസംഖ്യ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും അതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും
ഇടത്ത് നിന്ന് വലത്തോട്ടും വലത്ത് നിന്ന് ഇടത്തോട്ടും നമുക്ക് നമ്പർ ചെയ്യാം. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിന് കുറഞ്ഞ സ്ഥാനസംഖ്യ ലോവസ്റ്റ് പൊസിഷൻ നമ്പർ വരുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ളതാണോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ളതാണോ കൺസിഡർ ചെയ്യുന്നത്? അതെ, വലത്ത് നിന്ന് ഇടത്തോട്ടുള്ളത്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ OH ഗ്രൂപ്പിൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ ശരിയായ സ്ഥാനസംഖ്യ എന്താണ്? 1. അപ്പോൾ നമ്മുടെ IUPAC നെയിം എങ്ങനെ എഴുതുന്നത്? പ്രൊപ്പൻ 1 ഓൾ എന്ന് വരും. എന്താണ്? പ്രൊപ്പൻ 1 ഓൾ എന്നാണ് നമ്മുടെ ഇതിൻ്റെ IUPAC നാമം അല്ലെങ്കിൽ നെയിം എന്നത്. പ്രൊപ്പൻ 1 ഓൾ. അങ്ങനെയാണ് ഈ രണ്ടാമത്തെ സംയുക്തത്തിൻ്റെ IUPAC നാമം എഴുതി നോക്കുക. CH3 CHOH CH3. അപ്പോൾ ഈ ചെയിലിൽ കാർബൺ ആറ്റങ്ങളുടെ ആകെ എണ്ണം എന്താണ്? 3 തന്നെയാണ് അല്ലേ? ഇവിടെ 3 കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കൈൻ്റെ പേരെന്ന് പറയുന്നത് പ്രൊപ്പെയിൻ തന്നെയാണ്. ഇവിടെ OH ഗ്രൂപ്പ് ഉൾപ്പെടുന്ന കാർബണിൻ്റെ ശരിയായ സ്ഥാനസംഖ്യ എത്രാമതാണ്? അപ്പോൾ നമുക്ക് ഇവിടുന്ന് എണ്ണി തുടങ്ങാം. 1 2 3. ഓക്കെ, നമ്മൾ വലത്തുനിന്ന് എണ്ണി തുടങ്ങിയാലും 1 2 3 തന്നെയാണ്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് എണ്ണുമ്പോഴും നമ്മുടെ OH ഗ്രൂപ്പിന്, നമ്മുടെ ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് രണ്ടാമത്തെ പൊസിഷനാണ്. അപ്പോൾ നമുക്ക് നെയിം എഴുതാമല്ലോ. പ്രൊപ്പൻ -2 നമ്മുടെ OH ഗ്രൂപ്പിൻ്റെ സ്ഥാനമാണ് 2 ഇട്ടത്. OH ഗ്രൂപ്പ് വരുവാണെങ്കിൽ എന്ത് ചേർക്കണമെന്നാ? ഓള്. ഞാൻ ഇംഗ്ലീഷ് മലയാളം കൂടെ അങ്ങ് ചേർത്തു. ഓള്. പ്രൊപ്പൻ 2 ഓള്. പ്രൊപ്പൻ 2 ഓൾ എന്നാണ് നെയിം. പ്രൊപ്പൻ എഴുതുക, ഹൈഫൻ ഇടുക, 2 എഴുതുക, ഹൈഫൻ ഇടുക, ഓൾ. OL ഓൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചൂടെ നൽകിയിരിക്കുന്ന സംയുക്തത്തിൻ്റെ IUPAC നാമം ഏതാണ്? ശരിയായുള്ളത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലെ പ്രധാന ചെയിനിൽ വരുന്ന കാർബണാറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 1 2 3 4 5. 5 കാർബണാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? പെൻറ്റെയിൻ ആണ് വരുന്നത് അല്ലേ? 5 കാർബണാറ്റങ്ങളുള്ള ആൽക്കൈൻ്റെ പേരെന്താണ്? പെൻറ്റെയിൻ. ദി നെയിം ഓഫ് ദി ആൽക്കൈൻ വിത്ത് 5 കാർബണാറ്റം ആണെങ്കിൽ അതിന് എന്താണ് വിളിക്കുന്നത്? പെൻറ്റെയിൻ ആണ് അല്ലേ? എന്താണ്? പെൻറ്റെയിൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നമ്പർ ചെയ്യണം. ആദ്യം ഇടത്തു നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ നമ്മുടെ OH ഗ്രൂപ്പ് 4ാമത്തെ പൊസിഷനിലാണ് വരുന്നത്. 1 2 3 4. ഇനി നമുക്ക് വലത്ത് നിന്ന് റൈറ്റിൽ നിന്ന് എണ്ണി തുടങ്ങാം. 1 2 3 4 5. അപ്പോൾ നമ്മുടെ OH ഗ്രൂപ്പിന് എത്രാമത്തെ സ്ഥാനമാണ്? 2ാമത്തെ പൊസിഷനാണ്. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മുടെ ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പിന് കുറഞ്ഞ സ്ഥാനസംഖ്യ കൊടുക്കുക. അപ്പോൾ എന്താണ് പേര് വരുന്നത്? പെൻറ്റൻ 2 ഓൾ എന്നാണ് പേര് വരുന്നത്. അപ്പോൾ മനസ്സിലായ ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പ് എങ്ങനെയാണ് നെയിം ചെയ്യേണ്ടതെന്ന്? നമ്മുടെ ആൽക്കൈൻ്റെ ഈ കളയുക, ഹൈഫൺ ഇടുക, നമ്മുടെ OH ഗ്രൂപ്പിൻ്റെ സ്ഥാനം കൊടുക്കുക, ഹൈഫൺ ഇടുക, ആൽക്കഹോൾ ആയതുകൊണ്ട് അവസാനം ഓളെന്ന് ചേർക്കുക. ഓൾ ആൽക്കഹോളിക്കാണ് എന്ന് വിചാരിച്ചാൽ മതി. ഓള് ചേർക്കണമെന്ന്, അവസാനം ഓള് ചേർക്കണം. രണ്ടാമത്താണ് കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പിന് നമുക്ക് C ഡബിൾ ബോണ്ടോ OH അല്ലെങ്കിൽ COH എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് കണ്ടാൽ ഓർത്തോണം ഇതെന്താണ്? കാർബോക്സിയൽ ഗ്രൂപ്പ്. അപ്പോൾ കാർബോക്സിയൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ COOH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള സംയുക്തങ്ങളെ നമ്മൾ കാർബോക്സിലിക് ആസിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കോമ്പൗണ്ട് കണ്ടെയ്നിങ് COOH ഫങ്ഷണൽ ഗ്രൂപ്പ് ആർ നോൺ ആസ് കാർബോക്സിലിക് ആസിഡ്. അപ്പം നമ്മൾ ഇതിൻ്റെ IUPAC നാമം അസൈൻ ചെയ്യുമ്പോൾ നൽകുമ്പോൾ കാർബോക്സിൽ ഗ്രൂപ്പിൻ്റെ ഇതുൾപ്പെടെയുള്ള മുഖ്യ ചെയിനിലുള്ള മുഴുവൻ കാർബൺ ആറ്റങ്ങളുടെ എണ്ണവും നമ്മൾ പരിഗണിക്കും. COOHലെ കാർബൺ ഉൾപ്പെടെ നമ്മുടെ ആ ചെയിനിലുള്ള കാർബണും കൂടെ ചേർത്താണ് നമ്മൾ ആറ്റങ്ങളുടെ എണ്ണം പരിഗണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന ആൽക്കൈൻ്റെ നാമത്തിൽ അവസാന അക്ഷരം ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പ് പോലെ തന്നെ ഈയുടെ അവിടെ ഈ മാറ്റിയിട്ട് ഇവിടെ കാർബോക്സിൽ ഗ്രൂപ്പ് വരുന്നതുകൊണ്ട് ഓയിക് ആസിഡ് എന്ന് ചേർക്കണം. ഓയ് എന്ന് പറയത്തില്ല, അതുപോലെ ഓയിക് ആസിഡ് ചേർക്കണം. എന്താണ്? ആൽക്കൈൻ്റെ ഈ കളയുന്നു, അവിടെ പകരം എന്ത് ചേർക്കുന്നു? ഓയിക് ആസിഡ് ചേർക്കുന്നു. ആൽക്കനോയിക് ആസിഡ്. ഇപ്പോൾ മീഥേനാണ് ഒരു കാർബൺ ഉള്ളതായിരുന്നെങ്കിൽ അവിടെ ഈ മാറ്റുന്നു, ഓയിക് ആസിഡ്. കാർബോക്സിൽ ഗ്രൂപ്പ് അവിടെ ഉണ്ടെങ്കിൽ അതെന്താണ്? മെത്തനോയിക് ആസിഡ്. ഈ മാറ്റിയിട്ട് ഓയിക് ആസിഡ് ചേർക്കും. ഇപ്പോൾ ചൂടെ നൽകിയിരിക്കുന്ന കാർബോക്സിലിക് ആസിഡിൻ്റെ IUPAC നാമം നമുക്കൊന്ന് എഴുതാം. ഈ ചെയിനിൽ കാർബണാറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 2ആണ്. അപ്പോൾ IUPAC നാമം എന്ന് പറയുന്നത് എന്താണ്? എത്തനോയിക് ആസിഡ്. കാർബോക്സൈൽ ഗ്രൂപ്പിൽ ഒന്നുണ്ട്, അതുപോലെ തന്നെ CH3യിൽ ഒരു കാർബൺ. അങ്ങനെ മൊത്തത്തിൽ അവിടെ 2 കാർബണുണ്ട്. അപ്പോൾ എന്താണ്? എത്തനോയിക് ആസിഡ് എന്നാണ് ഇതിൻ്റെ നെയിം വരുന്നത്. ഇനി HCOOH
എച്ച്. ഇനി എന്താണെന്ന് വിളിക്കുന്നത്? മെത്തനോയിക് ആസിഡ്. ഒരു കാർബൺ അല്ലേ ഉള്ളൂ, അപ്പോൾ ഇതിനെ എന്താണ് വിളിക്കുന്നത്? മെത്തനോയിക് ആസിഡ്. എന്താ വിളിക്കുന്നത്? മെത്തനോയിക് ആസിഡ്. അപ്പോൾ മനസ്സിലായോ? നമ്മുടെ ആൽക്കൈൻ്റെ നെയിം അതിൻ്റെ ഈ കളയുന്നു, അതിന് പകരം ഓയിക് ആസിഡ് ചേർക്കുന്നു. ആ കാർബോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിൽ ചേർക്കേണ്ട എന്താണ്? ഓയിക് ആസിഡ്. ഒരു ടേബിൾ പൂർത്തീകരിക്കാനാണ്. അപ്പോൾ അതിൽ നമുക്ക് HCOH സംയുക്തം തന്നിട്ടുണ്ട്, IUPAC നാമം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ CH3COH എത്തനോയിക് ആസിഡാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. പ്രൊപ്പനോയിക് ആസിഡ് എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ സംയുക്തം കോമ്പൗണ്ട് എഴുതണം. ഇനിയും ഒരു കോമ്പൗണ്ടിൻ്റെ സംയുക്തത്തിൻ്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ IUPAC നാമം എഴുതണം. എപ്പോഴും ഈ കാർബോക്സിലിക് ആസിഡിൻ്റെ കേസിൽ അല്ലെങ്കിൽ കാർബോക്സൈൽ ഗ്രൂപ്പിൻ്റെ കേസിൽ നമ്മൾ നമ്പർ ചെയ്ത് തുടങ്ങുന്നത് ഈ ഗ്രൂപ്പിൻ്റെ അവിടെ നിന്ന് തന്നെ ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് പൊസിഷൻ എപ്പോഴും നമ്മളുടെ COHനായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. കാർബോക്സൈൽ ഗ്രൂപ്പിൻ്റെ കേസിൽ COHന് വേണം നമ്മൾ നമ്പർ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് പൊസിഷൻ എപ്പോഴും COHനായിരിക്കണം കൊടുക്കുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ അടുത്ത കാർബൺ, അങ്ങനെ വേണം എഴുതാൻ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ഈ കാർബോക്സിയൽ ഗ്രൂപ്പിൻ്റെ കേസിൽ. ഇനി അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. എന്താണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് C∪H അല്ലെങ്കിൽ CHO എന്നായിരിക്കും നാം കാണപ്പെടുന്നത്. C∪H അല്ലെങ്കിൽ CHO ആയിരിക്കും ആൽഡിഹൈഡ് ഗ്രൂപ്പ് കാണപ്പെടുന്നത്. അപ്പോൾ CHO അല്ലെങ്കിൽ C∪H ഫങ്ഷണൽ ഗ്രൂപ്പുള്ള സംയുക്തങ്ങളെയാണ് നമ്മൾ ആൽഡിഹൈഡുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? ആൽഡിഹൈഡുകൾ അല്ലെങ്കിൽ ആൽഡിഹൈഡ്സ് എന്ന് വിളിക്കുന്നത്. CHO വരുന്നവയാണ് നമ്മൾ ആൽഡിഹൈഡുകൾ എന്ന് വിളിക്കുന്നത്. ഇവയ്ക്ക് IUPAC നാമം, IUPAC നെയിംസ് നൽകുന്ന നമ്മൾ ഈ കോമ്പൗണ്ട്സ് നൽകുന്നത് നമ്മുടെ മെയിൻ ചെയിനിലുള്ള കാർബൺ ആറ്റവും ഇൻക്ലൂഡിങ് നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ ഒരു കാർബൺ ആറ്റവും ഇല്ല, അതും കൂടെ പരിഗണിച്ച് അതും കൂടെ നമ്പർ ചെയ്താണ് നമ്മൾ ഇവിടെ നമ്പറിങ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന ആൽക്കൈൻ്റെ നാമത്തിൽ നമ്മൾ അവസാന അക്ഷരമായ ഇ മാറ്റി ആൽ ചേർക്കുകയാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ. അപ്പോൾ നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പിലെ കാർബണും കൂടെ ഉൾപ്പെട്ട് മുഖ്യ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം പരിഗണിച്ചാണ് നമ്മൾ നമ്പർ ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന ആൽക്കൈൻ്റെ നാമത്തിൽ അവസാന അക്ഷരമായ ലാസ്റ്റ് ലെറ്ററായ ഇ റീപ്ലേസ് ചെയ്തിട്ട് AL ചേർക്കുന്നു. റീപ്ലേസ് ചെയ്തിട്ട് AL ചേർക്കുന്നു. അപ്പോൾ ആൽക്കൈൻ ആയിരുന്നു, ഇ മാറ്റുന്നു, AL ചേർക്കുന്നു, ആൽക്കനാൽ. മീഥേനാ കിട്ടിയതെങ്കിൽ അതിൻ്റെ ഇ മാറ്റുന്നു, മെഥനാൽ എന്ന് നമ്മൾ വിളിക്കുന്നു. ഈ മാറ്റുന്നു, AL ചേർത്തുന്നു, മെഥനാൽ. അപ്പോൾ ചൂടെ നൽകിയിരുന്ന ആൽഡിഹൈഡിൻ്റെ IUPAC നാമം എഴുതുക. CH3C∪H എന്നാണ്. ഇവിടെ എന്താണ്? 2 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കൈൻ്റെ പേരെന്താണ്? ഈഥെയിൻ എന്നാണ്. നെയിം ഓഫ് ആൽക്കൈൻ ഹാവിങ് 2 കാർബൺ ആറ്റം. 2 കാർബൺ ആറ്റമുള്ള ആൽക്കൈൻ്റെ നെയിം എന്താണ്? ഈഥെയിൻ. അപ്പോൾ നെയിം എന്താണ് വരുന്നത്? എത്തനാൽ. ഈഥേൻ്റെ ഈ മാറ്റം അവിടെ AL ചേർക്കുക. അപ്പോൾ എത്തനാൽ. ഈഥേൻ്റെ ഈ മാറ്റുക പ്ലസ് AL ചേർക്കുക, എത്തനാൽ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഈ ചൂടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കാം. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, IUPAC നാമം തന്നിട്ടുണ്ട്, ചിലത് IUPAC നാമം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ ആദ്യത്തെ ഒന്ന് ചെയ്താൽ ബ്യൂട്ടനാൽ. ബ്യൂട്ടനാൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉൾപ്പെടെ അതിലുള്ള കാർബൺ ഉൾപ്പെടെ 4 കാർബൺ ആറ്റം ഉണ്ട് ആ സ്ട്രക്ചറിൽ. അപ്പോൾ ആദ്യം നമ്മൾ 4 കാർബൺ എഴുതുക. ഇവിടെ എല്ലാം കാർബൺ ആറ്റം തമ്മിൽ സിംഗിൾ ബോണ്ടാണ്. C. നമ്മുടെ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഗ്രൂപ്പിന് നമ്മൾ അവസാനം കൊടുക്കുന്നത് എന്താണ്? CHO. ഇനി ബാക്കി വാലൻസി സംയോജകത ഹൈഡ്രജനെ ഇട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ CH3 CH2 CH2 CHO. അപ്പോൾ ഓർത്തോളുക, നെയിം തന്നിട്ട് നമ്മളോട് കോമ്പൗണ്ട് വരയ്ക്കാൻ, സംയുക്തം വരയ്ക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ബ്യൂട്ടനാളിൻ്റെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ ആൽഡിഹൈഡിൻ്റെ കേസിലാണെങ്കിൽ ആ കാർബൺ ആറ്റം, ആ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന കാർബൺ ആറ്റം ഉൾപ്പെടെയാണ്. അപ്പോൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ഗ്രൂപ്പിൻ്റെയും കൂടെ ചേർത്തുള്ള എണ്ണമാണ് അത് നൽകിയിരിക്കുന്നത്. എപ്പോഴും ആൽഡിഹൈഡ് ഗ്രൂപ്പ് നമ്മൾ അവസാനമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് വെച്ച് നമ്മൾ നെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ C∪OH. അപ്പോൾ C∪OH ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങളെ, കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ കീറ്റോൺസ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? കീറ്റോൺസ്. C∪OH ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ കീറ്റോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവയ്ക്കും നമ്മൾ IUPAC നാമം നൽകുമ്പോൾ കീറ്റോ ഗ്രൂപ്പ് ഇത് ഉൾപ്പെടെയുള്ള മുഖ്യ ചെയിനിലെ മുഴുവൻ കാർബൺ ആറ്റങ്ങളുടെ എണ്ണവും പരിഗണിക്കും.
ടു അസൈൻ IUPAC നെയിംസ് ഓഫ് ദീസ് കോമ്പൗണ്ട്സ്, ഈ കോമ്പൗണ്ട്സിൻ്റെ IUPAC നെയിം അസൈൻ ചെയ്യുമ്പോൾ നമ്മളുടെ മെയിൻ ചെയിനിലുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തോടൊപ്പം കീറ്റോ ഗ്രൂപ്പിലെ കാർബണിൻ്റെ എണ്ണവും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന ആൽക്കൈൻ്റെ, ഇവിടെ എല്ലാം നമ്മൾ പഠിച്ചപ്പോൾ ആൽക്കൈനാണ്, അതിന് ഈ മാറ്റിയാണ് നമ്മൾ ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പ് വന്നപ്പോൾ നമ്മൾ ഓൾ ചേർത്തത്, ആൽക്കഹോളാണ് ഓൾ ചേർത്തത്. അതുപോലെ തന്നെ കാർബോക്സിയൽ ഗ്രൂപ്പ് വന്നപ്പോൾ നമ്മൾ എന്ത് ചേർത്തത്, ഓയിക് ആസിഡ് ചേർത്തത്. കീറ്റോൺ ഗ്രൂപ്പ് വരുമ്പോൾ ഇവിടെ എന്താണ്, ഓൺ ചേർക്കും. എന്താണ് ചേർക്കുന്നത്, ഈ മാറ്റിയിട്ട് ഓൺ ചേർക്കും. ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ AL ആയിരുന്നു ചേർക്കുന്നത്, ആൽ, ഈ മാറ്റിയിട്ട് ആലായിരുന്നു ചേർക്കുന്നത്. അപ്പോൾ ആൽക്കൈനിൽ ഈ കളയുന്നു, ഓൺ ചേർക്കുന്നു, ആൽക്കനോൺ, ആൽക്കനോൺ എന്ന് കിട്ടും. അപ്പോൾ ചുവടെ നൽകിയിരിക്കുന്ന കീറ്റോണിൻ്റെ IUPAC നാമം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ജെയിലിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്, 3 എണ്ണം ഉണ്ട്. 1 2 3 3 കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കൈൻ്റെ പേരെന്താണ്, പ്രൊപ്പെയിൻ എന്നാണ്. എന്താണ്, പ്രൊപ്പെയിൻ. ഇപ്പോൾ IUPAC നെയിം വരുമ്പോൾ ഈ മാറ്റിയിട്ട് ഇവിടെ കീറ്റോൺ ആയതുകൊണ്ട് എന്ത് ചേർക്കണം, ഓൺ ചേർക്കണം. അപ്പോൾ പ്രൊപ്പനോൺ എന്ത് കിട്ടും, പ്രൊപ്പനോൺ എന്നായിരിക്കും ഈ ഒരു സ്ട്രക്ചറിൻ്റെ IUPAC നാമം. അപ്പോൾ ഈ സംയുക്തമാണ് നമ്മൾ അസറ്റോൺ എന്ന് പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്, അസറ്റോൺ. ഇവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അസറ്റോൺ. അപ്പോൾ ഈ പ്രൊപ്പനോൺ ആണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്, അസറ്റോൺ. എന്തെന്നും വിളിക്കും, അസറ്റോൺ എന്നും വിളിക്കും. അപ്പോൾ അസറ്റോണിൻ്റെ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ എന്താ, CH3 CO CH3. ഓക്കെ, CH3 CO CH3 ആണ് അസറ്റോൺ അല്ലെങ്കിൽ പ്രൊപ്പനോൺ എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ 3ൽ കൂടുതൽ കാർബൺ ആറ്റങ്ങൾക്കുള്ളിലുള്ള കീറ്റോണുകളെ നാമകരണം ചെയ്യുമ്പോൾ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം പരിഗണിക്കണം. അപ്പോൾ 3ൽ കൂടുതൽ കാർബൺ ആറ്റം നമ്മുടെ ചെയിൻ വരുവാണെങ്കിൽ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ, നമ്മുടെ CO ഗ്രൂപ്പിൻ്റെ സ്ഥാനം പരിഗണിച്ച് വേണം നമ്മൾ നെയിം ചെയ്യാൻ. അതും നേരത്തെ പോലെ തന്നെ കുറഞ്ഞ സ്ഥാനസംഖ്യ വേണം ചെയ്യാം. അപ്പോൾ ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എഴുതി നോക്കാം. ഇവിടെ CH3 CH2 CH2 CO CH3. അപ്പോൾ CO വന്നാൽ എന്താണ്, അത് കീറ്റോ ഗ്രൂപ്പാണ്. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ കീറ്റോൺസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ മുഖ്യ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, നമ്മുടെ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇതിൻ്റെ മെയിൻ ചെയിനിലുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്, 1 2 3 4 5 എണ്ണം. കീറ്റോ ഗ്രൂപ്പിലെ കാർബൺ ഉൾപ്പെടെ 5 കാർബൺ ആറ്റം ഉണ്ട്. ഇത്രയും കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കൈൻ്റെ പേരെന്താണ്, പെൻറ്റെയിൻ. എന്താണ്, പെൻറ്റെയിൻ എന്നാണ് വിളിക്കുന്നത്, പെൻറ്റെയിൻ. പെൻറ്റെയിൻ 5 കാർബൺ ആറ്റം ആണെങ്കിൽ പെൻറ്റാണ്. ഇവിടെ ആൽക്കൈൻ വരുവാണെങ്കിൽ നെയിം പെൻറ്റെയിൻ എന്ന് വരും, പെൻറ്റെയിൻ. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ശരിയായ സ്ഥാനസംഖ്യ, കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ശരിയായ സ്ഥാനസംഖ്യ. നമ്മളിവിടെ ഇടത്ത് നിന്ന് വലത്തോട്ട് എണ്ണുമ്പോൾ 4ാമത്തെ സ്ഥാനവും, വലത്ത് നിന്ന് ഇടത്തോട്ട് എണ്ണുമ്പോൾ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എണ്ണുമ്പോൾ 2ാം സ്ഥാനമാണ് നമ്മുടെ CO ഗ്രൂപ്പ്, കീറ്റോ ഗ്രൂപ്പ്, അതായത് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ശരിയായ സ്ഥാനസംഖ്യ എത്രയാണ്, 2. അപ്പോൾ നമ്മൾ പേരെങ്ങനെയാണ് എഴുതുന്നത്, പെൻറ്റൻ, നമ്മുടെ ഈ കളയുന്നു പെൻറ്റൻ. 2ാമത്തെ പൊസിഷനിലാണ് നമ്മൾ കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചേർക്കുന്നത്, ഓൺ. അപ്പോൾ പെൻറ്റൻ 2 ഓൺ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. എങ്ങനെ, പെൻറ്റൻ 2ാമത്തെ പൊസിഷനിലാണ് ഇതിരിക്കുന്നത്, 2 ഓൺ. കീറ്റോൺ ഗ്രൂപ്പ് ആകുമ്പോൾ എന്താ അവസാനം ചേർക്കണം, ഓൺ. പെൻറ്റൻ 2 ഓൺ എന്നാണ് ഇതിൻ്റെ നെയിം വരുന്നത്. ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നാമം ഒന്ന് എഴുതി നോക്കിയാലോ. നമുക്ക് ആദ്യം നമ്പർ ചെയ്യാം അല്ലേ, 1 2 3 4 5. അപ്പം മൊത്തത്തിൽ മുഖ്യ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്, 5 ആണ്. അപ്പോൾ നമ്മുടെ കാർബൺ ആറ്റമുള്ള ആൽക്കൈൻ്റെ പേരെന്ന് പറയുന്നത് പെൻറ്റെയിൻ ആണ്. അപ്പോൾ ഇവിടെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്, CO ആണ്. അപ്പോൾ ഈ COയുടെ ശരിയായ സ്ഥാനസംഖ്യ, കറക്റ്റ് പൊസിഷൻ എന്താണ്, 3ാമത്തെ പൊസിഷനാണ്. നമ്മൾ വലത്തു നിന്ന് എണ്ണിയാലും നമ്മുടെ COയ്ക്ക് 3ാമത്തെ പൊസിഷനാണ്. അപ്പോൾ പേര് എങ്ങനെ വരും, പെൻറ്റൻ, പെൻറ്റൻ, പെൻറ്റൻ ഹൈഫൻ, എത്രാമത്തെ പൊസിഷനിലാണ്, 3ാമത്തെ പൊസിഷൻ, 3 ഓൺ. പെൻറ്റൻ 3 ഓൺ, പെൻറ്റൻ 3 ഓൺ എന്ന് വരും.
പെൻഡൻ 3 on. ഹൈഫൻ 3 on. ONE on. ഇതാണ് ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം. നെക്സ്റ്റ് ഈസ് ഹാലോ ഗ്രൂപ്പ്. ഹാലോ ഗ്രൂപ്പായ ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിനൊക്കെയാണ്. അപ്പോൾ ഹൈഡ്രോ കാർബണിൽ നിന്ന് ഒന്നോ അതിലധികമോ ഹൈഡ്രജൻ ആറ്റങ്ങളെ റിമൂവ് ചെയ്തിട്ട് പകരം തുല്യ എണ്ണത്തിൽ ഈക്വൽ നമ്പറിൽ നമ്മൾ ഹാലജൻ ആറ്റങ്ങളെ, അതായത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ പോലുള്ള ഹാലജൻ ആറ്റങ്ങളെ ചേർത്തുണ്ടാക്കുന്ന സംയുക്തങ്ങളെയാണ് നമ്മൾ ഹാലോ സംയുക്തങ്ങൾ അല്ലെങ്കിൽ ഹാലോ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫ്ലൂറിന് ഇവിടെ നെയിം ചെയ്യുമ്പോൾ ഫ്ലൂറോ എന്നാണ് ചേർക്കുന്നത്. ഫ്ലൂറോ. ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ, ഐഡിൻ ആണെങ്കിൽ ഐഡോ എന്നായിരിക്കും നമ്മൾ ഫങ്ഷൻ ഗ്രൂപ്പുകളുടെ നെയിം എഴുതുമ്പോൾ ചേർക്കുന്നത്. എങ്ങനെയാണ്? ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറോ, ക്ലോറിൻ ക്ലോറോ, ബ്രോമിൻ ബ്രോമോ, ഐഡിൻ ഐഡോ എന്നായിരിക്കും നെയിം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മുഖ്യ ചെയിനിൽ 2ൽ കൂടുതൽ കാർബണാറ്റങ്ങളുള്ള ഹാലോ സംയുക്തങ്ങളുണ്ടെങ്കിൽ IUPAC നാമകരണം നമ്മൾ ചെയ്യുന്നതാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അവർക്ക് സ്ഥാനം, അവരുടെ പൊസിഷൻ നമ്മൾ രേഖപ്പെടുത്തണം. അപ്പോൾ ആദ്യം നമ്മൾ ഹാലോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം, ഇപ്പോൾ ഫ്ലൂറിൻ്റെ സ്ഥാനം, ദെൻ പ്ലസ് ഹൈഫൺ ഇടുക. ഹാലോ ഗ്രൂപ്പിൻ്റെ പേര് എന്താണ്? ഹാലോ ഗ്രൂപ്പിൻ്റെ പേര് ഇപ്പോൾ ഫ്ലൂറിനാണെങ്കിൽ ഫ്ലൂറോ എന്ന് ചേർക്കണം. ഇനി നമ്മുടെ ആൽക്കെയിൻ്റെ പേര്, ഇപ്പോൾ 5 കാർബണുള്ളതായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെ വരും? ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ അവിടെ ഫ്ലൂറിന് ഇരിക്കുന്നെങ്കിൽ 1 ഹൈഫൺ ഫ്ലൂറോ 5 കാർബണാറ്റം പെൻറ്റേൻ, 1 ഹൈഫൺ ഫ്ലൂറോ പെൻറ്റേൻ എന്നായിരിക്കും പേര് വരുന്നത്. ഓക്കെ, പൊസിഷൻ ഓഫ് ദി ഹാലോ ഗ്രൂപ്പ്. ആദ്യം ഹാലോ ഗ്രൂപ്പിൻ്റെ പൊസിഷനാണ് നമ്മൾ എഴുതുന്നത്. ശ്രദ്ധിച്ചോണം, ഇവിടെ ഹാലോ ഗ്രൂപ്പിൽ എങ്ങനെയാണ് നെയിമിങ് നടത്തുന്നത്? ആദ്യം നമ്മുടെ ഹാലോ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ, സ്ഥാനം, ഹൈഫൺ ഇടുക, നമ്മുടെ ഹാലോ ഗ്രൂപ്പിൻ്റെ പേര് ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, ഐഡോ, ഇതിലേതാണെന്ന് വെച്ചാൽ അത് എഴുതുക. ഇനി നമുക്ക് എത്ര കാർബണാറ്റം ഉണ്ട് അതനുസരിച്ചുള്ള വരുന്ന ആൽക്കെയിൻ്റെ നെയിമാണ് ചേർക്കുന്നത്. അപ്പോൾ താഴെയുള്ളത് നമുക്ക് ചെയ്തു നോക്കാം. CH3, CH2, CH2, Cl. ഓക്കെ, ഇവിടെ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ 1, 2, 3 കാർബണാറ്റം ഉണ്ട് മുഖ്യ ചെയിനിൽ അല്ലേ. ഓക്കെ, നമുക്ക് വലത്തു നിന്ന് എണ്ണുമ്പോൾ 1, 2, 3. അപ്പോൾ ഫസ്റ്റ് കാർബണായിട്ടാണ് നമ്മുടെ Cl എന്താണ്? ക്ലോറിൻ ആണ്. ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാർബണാറ്റമുള്ള ആൽക്കെയിൻ്റെ പേരെന്താണ്? 3 കാർബണാറ്റം എന്ന ആൽക്കെയിൻ ഏതാണ്? പ്രൊപ്പെയിൻ. 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 ഹാലോ ഗ്രൂപ്പിൻ്റെ പേരെന്താണ്? ക്ലോറോ. എന്താണ്? ക്ലോറോ. ക്ലോറോ. ഇനി ഹാലോ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന കാർബണിൻ്റെ ശരിയായ സ്ഥാനസംഖ്യ എന്താണ്? എത്രാമത്തെ പൊസിഷൻ? ഇവിടുന്ന് എണ്ണുമ്പോൾ 3ാമത്, വലത്തു നിന്ന് എണ്ണുമ്പോൾ 1ാമത്. അപ്പോൾ നമ്മൾ ഏതാ കൺസിഡർ ചെയ്യുന്നത്? 1ാമത്തെ പൊസിഷൻ. അപ്പോൾ IUPAC നാം വരുമ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് ഹാലോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം 1 ഹൈഫൺ ക്ലോറോ പ്രൊപ്പെയിൻ. ക്ലോറോ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലോറോ 3 കാർബണാറ്റം ഉണ്ട്, ക്ലോറോ പ്രൊപ്പെയിൻ എന്നാണ് നെയിം വരുന്നത്. 1 ക്ലോറോ പ്രൊപ്പെയിൻ എന്നായിരിക്കും ഇതിൻ്റെ നെയിം വരുന്നത്. അടുത്തത് ഇതിൻ്റെ IUPAC നെയിം എഴുതാനാണ്. ആദ്യം നമുക്ക് നമ്പർ ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് നമ്പർ ചെയ്യുവാണെങ്കിൽ 1, 2, 3, 4 ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്പർ ചെയ്ത് തുടങ്ങാം. 1, 2, 3, 4. മുഖ്യ ചെയിനിലുള്ള കാർബണാറ്റങ്ങളുടെ എണ്ണം, മെയിൻ ചെയിനിലുള്ള കാർബണാറ്റങ്ങളുടെ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ആ ആൽക്കെയിൻ ഏതാണ്? 4 വരുമ്പോൾ ബ്യൂട്ടെയിൻ ആണ് അല്ലേ, ബ്യൂട്ടെയിൻ. ഇനി എത്രാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ഹാലോ ഗ്രൂപ്പ് ഇരിക്കുന്നത്? സെക്കൻഡ് പൊസിഷനിലാണ്. എത്ര ഗ്രൂപ്പ് ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ നെയിം ചെയ്യണം? ഒരേ പൊസിഷനിൽ തന്നെ അല്ലെങ്കിൽ ഒരേ കാർബണാറ്റത്തിൽ തന്നെ 2 പേര് വരുമ്പോൾ നമ്മൾ ആ സ്ഥാനം റിപ്പീറ്റ് ചെയ്ത് എഴുതണം, ആവർത്തിച്ച് എഴുതണം. അതുപോലെ തന്നെ 2 ഒരുപോലത്തെ ആൾക്കാരുണ്ട്, നമ്മൾ ഫ്രണ്ടിൽ എന്ത് ചേർക്കണം? 2 എണ്ണം ആയതുകൊണ്ട് ഡൈ ചേർക്കണം. അപ്പോൾ എങ്ങനെ വരും? 2, 2 ഡൈ ബ്രോമോ, ഡൈ ബ്രോമോ ബ്രോമിനാണെങ്കിൽ ബ്രോമയാണ് ഉപയോഗിക്കുന്നത്. ബ്രോമോ ബ്യൂട്ടേൻ.
4 കാർബൺ ആറ്റം ആണെങ്കിൽ ബ്യൂട്ടാണ്. അപ്പോൾ ബ്യൂട്ടേൻ. ആൽക്കെയിൻ ആകുമ്പോൾ അത് ബ്യൂട്ടേൻ. 2,2 ഡൈബ്രോമോ ബ്യൂട്ടേൻ എന്ന് നെയിം വരും. ഡൈബ്രോമോ ബ്യൂട്ടേൻ. ഓക്കെ, 2,2 ഹൈഫൻ ഡൈബ്രോമോ ബ്യൂട്ടേൻ. ഇതാണ് ഈ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. അപ്പോൾ ഈ ചൂടെ നൽകിയിരിക്കുന്ന ഈ ടേബിൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ ഞാൻ ഹോംവർക്കായിട്ട് തരുവാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഈ ടേബിൾസ് നമ്മൾ മുന്നേ ഉള്ള ടേബിൾസ് ഞാൻ ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ട്, അതെല്ലാം കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവസാനമായി നമുക്ക് പഠിക്കാനുള്ള ആൽക്കോക്സി ഗ്രൂപ്പാണ്. അപ്പോൾ OR എന്ന് ഉദ്ദേശിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ്. അപ്പോൾ ആൽക്കോക്സി ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളെ കോമ്പൗണ്ട്സിനെ ഈതറുകൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ഈതേഴ്സ്. ആൽക്കോക്സി ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ സംയുക്തങ്ങളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഈതറുകൾ, ഈതേഴ്സ് എന്നാണ് വിളിക്കുന്നത്. R എന്നത് ആൽക്കൈൽ ഗ്രൂപ്പിനെ ഡിനോട്ട് ചെയ്യുന്നത്. R ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതിനെ നെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ IUPAC നെയിം ചെയ്യുമ്പോൾ, IUPAC നാമം എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഇവയെ ശ്രദ്ധിക്കേണ്ടത് ഓക്സിജൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. ഈ ഓക്സിജൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ അല്ലേ? ഓക്സിജൻ്റെ റൈറ്റ് സൈഡിൽ 1, 2 കാർബൺ ആറ്റം. ഓക്കെ, നമ്മളല്ലാതെ 1, 2, 3, 4 അങ്ങനെയല്ല ഇത് നമ്പർ ചെയ്യുന്നത്. ഓക്സിജൻ്റെ ഇപ്പുറത്ത് എത്ര കാർബൺ ആറ്റം, ഓക്സിജൻ്റെ റൈറ്റ് സൈഡിൽ എത്ര കാർബൺ ആറ്റം, വലത്തെ സൈഡിൽ എത്ര കാർബൺ ആറ്റം എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിനുശേഷം ഏത് സൈഡിലാണോ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കുറവ് ആ എണ്ണമുള്ളതിൻ്റെ വേർഡ് റൂട്ട് പദമൂലമായിരിക്കും നമ്മൾ ആദ്യം എഴുതുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കുറവ്. എത്രയാണ്? ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ. അപ്പോൾ എന്താണ് അതിൻ്റെ വേർഡ് റൂട്ട് പദമൂലം എന്ന് പറയുന്നത്? മീത് അല്ലേ? അപ്പോൾ നമ്മൾ അത് എഴുതും, മീത്. ഇനി ആൽക്കോക്സി ഗ്രൂപ്പാണ് നടുക്കുള്ളത്. അപ്പോൾ അതിനെ എന്താ നമ്മൾ വയ്ക്കുന്നത്? ഓക്സി എന്ന് ചേർക്കുക. അതിനുശേഷം കൂടുതൽ കാർബൺ ആറ്റമുള്ള ഇതിനെ ആൽക്കൈൻ്റെ പേരിൽ എഴുതുന്നു. അപ്പോൾ ഇവിടെ കൂടുതൽ കാർബൺ ആറ്റം വലത്തെ സൈഡിലാണ്. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പോൾ എങ്ങനെ എഴുതും? ഈഥെയ്ൻ. ഇങ്ങനെയാണ് നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പ് വരുമ്പോൾ നെയിം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ പേരെന്ത് വരും? മീഥോക്സി ഈഥേൻ എന്ന് വരും. ആൽക്കോക്സി ആൽക്കൈൻ എന്നാണ് നമ്മൾ ഈതറുകളെ നാമകരണം ചെയ്യുന്നത്. ഈതേഴ്സ് നെയിം ചെയ്യുന്നത് ആൽക്കോക്സി ആൽക്കൈൻ എന്നാണ്. അപ്പോൾ O ഗ്രൂപ്പ് ഈസ് കോൾഡ് ഈതർ ലിങ്കേജ്. ഇവിടെ ഉള്ള ഈ O ഗ്രൂപ്പിനെയാണ് നമ്മൾ ഈതർ ലിങ്കേജ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഈതർ ലിങ്കേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓഫ് ഐദർ സൈഡ് ഓഫ് ദെയർ ലിങ്കേജ് ദി ലോങ്ങർ ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് കൺസിഡർഡ് ആസ് ആൽക്കൈൻ ഗ്രൂപ്പ്. നമ്മൾ ഈതർ ലിങ്കേജിന് ഇരുവശമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളിൽ നീളം കൂടിയതിനെ ആൽക്കൈനായും നീളം കുറഞ്ഞതിനെ നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പിൻ്റെ ഭാഗമായും പരിഗണിക്കും. അപ്പോൾ നമ്മൾ നെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ O വരുന്നതിനെയാണ് നമ്മൾ ഈതർ ലിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 2 സൈഡിലും എവിടെയാണോ ലോങ്ങർ ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത് അതിനെ നമ്മൾ ആൽക്കൈൻ ആയിട്ടാണ് എഴുതുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ വലത്തെ സൈഡിലാണ് കൂടുതൽ കാർബൺ ആറ്റം വരുന്നത്. അതിന് നമ്മൾ എന്തെന്ന് എഴുതുന്നത്? ഈഥേൻ എന്ന് എഴുതി. ഈ ഈതർ ലിങ്കേജിന് നമ്മൾ എന്തെന്ന് കൊടുത്തു? ഓക്സി എന്ന് കൊടുത്തു. കുറവ് എണ്ണമുള്ള കാർബണെ നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പായിട്ട് എഴുതുന്നു. എന്ത് എഴുതുന്നു? ആൽക്കോക്സി ഗ്രൂപ്പായിട്ട് എഴുതുന്നു. അപ്പോൾ ഇവിടെ എത്ര? ഒരു കാർബണേ ഉള്ളൂ. അപ്പോൾ മീഥോക്സി ഈഥേൻ എന്ന് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഈ ചൂടെ നൽകിയിരിക്കുന്ന പട്ടിക നോക്കും. ഇവിടെ 2 സൈഡ് ഈഥർ ലിങ്കേജിന് 2 സൈഡിൽ ഓരോ കാർബണേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇതിൻ്റെ നെയിം വരുന്നത്? മീഥോക്സി മീഥേൻ തന്നെയാണ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സൈഡിൽ 1, 2, 3 കാർബൺ ആറ്റവും അടുത്ത സൈഡിൽ ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ. ഈതർ ലിങ്കേജിൻ്റെ അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ ഒരു സൈഡിൽ 3ഉം ഒരു സൈഡിൽ 1. അപ്പോൾ ഈ ഒരു കാർബൺ ആറ്റം അല്ലെങ്കിൽ കുറവ് കാർബൺ ആറ്റമുള്ള സൈഡാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. അപ്പോൾ അതെന്താണ്? മീഥോക്സി. 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ മീഥോക്സി പ്രൊപ്പേൻ എന്ന് വരും. മീഥോക്സി പ്രൊപ്പേൻ എന്ന് നെയിം വരും. ആൽക്കൈൻ്റെ നെയിമിൽ തന്നെയാണ് നമ്മളത് അവസാനം എഴുതുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? മീഥോക്സി പ്രൊപ്പേൻ എന്നാണ്. ഈ പട്ടിക പൂർത്തീകരിക്കാമല്ലോ. അടുത്ത ക്ലാസ് ഇതിൻ്റെ എല്ലാം ഉത്തരം ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ ഈ പട്ടികയും കൂടെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാമല്ലോ. നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു പട്ടിക പൂർത്തീകരിക്കുന്നതിലൂടെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ ടേബിൾ എല്ലാം പൂർത്തീകരിച്ച് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ടേബിളിനോടൊപ്പം ആരോമാറ്റിക് സംയുക്തങ്ങളെ പറ്റിയും അതുപോലെ തന്നെ നമ്മൾ ഐസോമസവും ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്